وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال تعالى: يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. وقال تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الله سبحانه وتعالى അവനിഷ്ടപ്പെട്ട നല്ല അടിമകളുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഒരു അംഗീകാരത്തിനാവശ്യമായ നിലയിലുള്ള എല്ലാ നല്ല ഗുണങ്ങളെയും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി ചെയ്തൊരു ഹദീസുണ്ട്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. പണ്ടേ നമ്മൾ കേൾക്കുകയും നമ്മിൽ പലർക്കും പാഠമുള്ളതുമായ ഒരു ഹദീസാണ്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. 5 തൂണുകളിന്മേൽ നിർത്തപ്പെട്ട ഒരു കൂടാരമാണ് ഇസ്ലാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 5 സ്തംഭങ്ങൾ നമ്മൾ പറയാറുണ്ട്, 5 തൂണുകൾ, 5 അടിസ്ഥാന തത്വങ്ങൾ. അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഘടകം. അതിൽ ആദ്യത്തെ 2 നിരുപാധികം അടിമകളായ നമുക്കൊക്കെ നിർബന്ധമാകുന്ന കാര്യങ്ങളാണ്. അത് ഷഹാദത്തിൻ്റെ 2 വചനങ്ങൾ അർത്ഥമറിഞ്ഞ് മനസ്സിൽ കരുതി ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയുക എന്ന ആദ്യത്തെ വിഷയമാണ്. 2ാമത്തേത് നമസ്കാരമാണ്. ഈമാൻ എല്ലാ സമയത്തും നമ്മളിൽ ഉണ്ടായിരിക്കണം. അതിൽ നിന്നും ഒരു നിമിഷം പോലും ഒഴിഞ്ഞു നിൽക്കാൻ നമുക്ക് സാധ്യമേ അല്ല. എല്ലാ സമയത്തും എത്ര വരെ നമുക്ക് ഓർമ്മയുണ്ടോ ആ ഓർമ്മയുള്ളിടത്തോളം കാലം നമ്മളുടെ ഹൃദയത്തിലും നാവിലും ഈമാൻ തുളുമ്പി നിൽക്കണം, നിറഞ്ഞു നിൽക്കണം. അത് നിർബന്ധമാണ്. അതുപോലെ 2ാമത്തെ കാര്യം നമസ്കാരമാണ്. 5 നേരത്തെ നമസ്കാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ ശക്തമായ താക്കീതുകളോടുകൂടി നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ അമലിലും പ്രത്യേകിച്ച് നിബന്ധനകളൊന്നുമില്ല. സ്വയബുദ്ധിയുള്ള എല്ലാ മുസ്ലിമീങ്ങളായ ആണുങ്ങളും പെണ്ണുങ്ങളും നിർബന്ധമായും അനുഷ്ഠിച്ചിരിക്കണം. നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതുപോലെ ഒരുപക്ഷെ നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കണം, ഇരുന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കടന്ന് നിസ്കരിക്കണം, അതിനും കഴിയുന്നില്ലെങ്കിൽ ആംഗ്യം കാണിക്കുകയെങ്കിലും ചെയ്യണമെന്ന് ശരീഅത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ 2 കാര്യങ്ങളും ഏത് സമയത്തും നമ്മുടെ മേൽ നിർബന്ധമാകുന്ന, നിത്യമാകുന്ന ഫറലായ കർമ്മമാണ്, അമലാണ്. 3ാമത്തേത് നമ്മളിപ്പോൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ റമദാനിലെ ഫറലായ നോമ്പാണ്. നോമ്പ്
5 അർക്കാനുകളിൽ നിന്നുള്ള ഒരു റുക്കനാണ്. ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളിൽ നിന്നുള്ള ഒരു സ്തംഭമാണ്. ഈ നോമ്പിനെ നിലനിർത്തുക എന്ന് പറയുന്നത് ഇസ്ലാമാകുന്ന കൂടാരത്തെ നിലനിർത്തുന്നതിൻ്റെ ഭാഗമാണ്. നോമ്പ് നോക്കുന്നതിൽ നിന്നും ചില ആളുകൾക്ക് അല്ലാഹു തആല ഇളവ് കൊടുത്തിട്ടുണ്ട്. അഥവാ ആദ്യം പറഞ്ഞ 2 ഫറളുകളും നിരുപാധികം നിർബന്ധമാകുന്നതും ഇനി പറയുന്ന 3 ഫറളുകളും ഉപാധികളോടുകൂടി നിർബന്ധമാക്കപ്പെടുന്നതുമാണ്. പക്ഷേ ആരോഗ്യമുള്ള നാട്ടിൽ സ്ഥിരതാമസക്കാരായ പ്രായപൂർത്തിയായ എല്ലാ മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും നിർബന്ധമായും നോമ്പ് അനുഷ്ഠിക്കുക തന്നെ വേണം. നോമ്പ് ഫറളാണ്. നോമ്പെടുക്കാത്ത ഒരു മുസ്ലിം, അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ തന്നെ കഴിയില്ല. നോമ്പെടുക്കാത്തൊരു മുസ്ലിം, നോമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചിട്ട് വിശദീകരിച്ചപ്പോൾ ഫഇന്നഹു ലാ ഇദ്ല ലഹു, നിങ്ങൾ നിർബന്ധമായും നോമ്പ് അനുഷ്ഠിക്കണം. എന്തുകൊണ്ടെന്നാൽ അതിന് പകരം വെക്കാൻ വേറെ അമലുകളൊന്നുമില്ല. ഒരു നോമ്പ് നഷ്ടപ്പെട്ടു പോയാൽ കാരണങ്ങളില്ലാതെ, ന്യായമായ കാരണങ്ങളില്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യൻ നോമ്പെടുക്കുന്നതിൽ നിന്നും വിട്ടുനിന്നാൽ അതിന് പകരം അവൻ്റെ വർഷം മുഴുവനും നോമ്പെടുത്താലും വീടപ്പെടുകയില്ല എന്ന് അലി റളിയല്ലാഹു അൻഹു അവറുകൾ പറഞ്ഞിട്ടുണ്ട്. മഹാത്മാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെയാണ് ഹദീസിൽ വന്നത്. ലാ ഇദ്ല ലഹു എന്നാണ്. അതിന് പകരം വെക്കാൻ കഴിയില്ല. അതിന് പകരം മറ്റൊരു അമലില്ല. നോമ്പ് നിർബന്ധമാണ്. നിർബന്ധമായും മുസ്ലിമീങ്ങളായ ആണുങ്ങളും പെണ്ണുങ്ങളും നോമ്പ് അനുഷ്ഠിക്കുക തന്നെ വേണം. അതിലൊരളവുമില്ല. രോഗികൾ കലശലായ രോഗത്തിൻ്റെ പേരിൽ തീരെ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ അവരോട് നോമ്പെടുക്കരുത് എന്ന് വിശ്വസ്തരായ വിദഗ്ധരായ ഡോക്ടർമാർ നിർദ്ദേശിച്ചാൽ അവർക്കൊരിളവുണ്ട്. ആ ഇളവിനെ ദുരുപയോഗം ചെയ്യരുത്. ആ ഇളവിനെ ദുരുപയോഗം ചെയ്യുന്നത് നമ്മുടെ റബ്ബും തമ്മിലുള്ള ഒരു പ്രത്യേക ഇടപാടാണ്. അതിൽ വീഴ്ച വന്നാൽ നമ്മൾ നാളെ രക്ഷിതാവിൻ്റെ മുമ്പിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. ഇവിടെ പ്രിയപ്പെട്ടവരെ, 3ാമത്തെ ഫറളായ നോമ്പ് എന്ന ഈ കർമ്മത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയത് എന്തിനു വേണ്ടിയാണ് നമ്മളെ കൊണ്ട് നോമ്പെടുപ്പിക്കുക? ഞാനിങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ട് വരുന്ന വഴിയിൽ നോമ്പിനെ സംബന്ധിച്ചിട്ട് അള്ളാഹു പറഞ്ഞ വചനത്തെ അറിയാതെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ ഒരു ചിന്തയാണ് ഞാൻ നിങ്ങളോട് പറയാൻ വിചാരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ നിർബന്ധമാക്കിയ സൂറത്തുൽ ബഖറയുടെ വചനത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ അയ്യാമൻ മഅദൂദാത് فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون يا أيها الذين آمنوا കുതിബ അലൈക്കുമുസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹങ്ങൾക്ക് നിയമമാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെടുകയാണ്. നോമ്പ് നിർബന്ധമാണ്. എന്തിനാണ് അപ്രകാരം നോമ്പിനെ നിർബന്ധമാക്കുന്നത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ്. ജീവിതത്തിൽ തികഞ്ഞ സൂക്ഷ്മത, നിറഞ്ഞ സൂക്ഷ്മത. ഞാൻ ഈ പറയുന്നതൊക്കെ മനസ്സിലാക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ജീവിതത്തിലുടനീളം തികഞ്ഞ സൂക്ഷ്മത, നിറഞ്ഞ സൂക്ഷ്മത, അത് നമ്മളെ പരിശീലിപ്പിക്കാനാണ് പടച്ചവൻ നമ്മളോട് നോമ്പെടുക്കാൻ പറഞ്ഞത്. മല്ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തഅമഹു വശറാബഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തുകളെയൊക്കെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് നൽകിയ മുന്നറിയിപ്പ് ഇങ്ങനെ വായിക്കാൻ പറ്റും. ആരെങ്കിലും ഒരാൾ ഖൗലസ്സൂർ ഉപേക്ഷിച്ചില്ല, വൃത്തികെട്ട മോശമായ വർത്തമാനം ഉപേക്ഷിക്കാതിരിക്കുകയും
അതിനനുസരിച്ചിട്ട് വൃത്തികെട്ട പ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാതെ പോവുകയും ചെയ്താൽ പിന്നെ അവൻ പട്ടിണി ഇരിക്കുന്നത് കൊണ്ട് പടച്ചവന് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. ഫലൈസലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തഅമഹു വശറാബ. പിന്നെ അവൻ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം കിട്ടാനാണ്, എന്ത് ഗുണം കിട്ടാനാണ്? ഒരു ഗുണവും കിട്ടാനില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അപ്പോൾ നോമ്പെടുക്കണം എന്നത് നിർബന്ധമാണ്. നോമ്പെടുത്തേ തീരൂ എന്നാണ് ശരീഅത്തിൻ്റെ കാഴ്ചപ്പാട്. പക്ഷെ നോമ്പ് എന്തിനു വേണ്ടി എടുക്കുന്നു എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നോമ്പെടുക്കുമ്പോൾ അതിലെന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് സാധാരണഗതിയിൽ നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ ഫജ്റിന് മുമ്പ്, സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് അല്പം മുമ്പ് വരെ ഭക്ഷണം കഴിക്കുന്ന മുസ്ലിമീങ്ങളായ സ്ത്രീ പുരുഷന്മാർ ആ സമയത്തോടുകൂടി പൂർണ്ണമായ നിലയിൽ പിന്നെ ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, വികാരങ്ങൾ പൂർത്തീകരിക്കുന്നില്ല. മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നത് വരെ തങ്ങളുടെ മനസ്സിൻ്റെ വിചാരങ്ങളെയും ആഗ്രഹ ആവശ്യങ്ങളെയും ഒക്കെ പിടിച്ചു നിർത്തുന്നതിനെയാണ് നമ്മൾ നോമ്പ് എന്ന് പറയുന്നത്. പക്ഷെ അതല്ല നോമ്പ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക നമ്മളെ. അതല്ല നോമ്പ്, അതല്ല നോമ്പ്. അങ്ങനെ പട്ടിണി കിടക്കുന്നതിൻ്റെ പേരിൽ പടച്ചവന് പ്രത്യേകിച്ചൊരു പ്രയോജനവും കിട്ടാനില്ല. ആഹാരപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതിൻ്റെ പേരിൽ അള്ളാഹുവിന് പ്രത്യേകിച്ചൊരു ഗുണവും കിട്ടാനില്ല. ഞാൻ എൻ്റെ ചിന്ത എന്താ പറഞ്ഞത്? ഈ വചനത്തിൽ നിങ്ങൾക്ക് നോമ്പ് നിയമമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ നിയമത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത് പറയുന്നത് അയ്യാമൻ മഅദൂദാത് ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫറിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. എണ്ണപ്പെട്ട ചില ദിവസങ്ങളിലേക്കാണ് നിങ്ങളുടെ മേൽ നോമ്പ് നിയമമാക്കിയത്, നിർബന്ധമാക്കപ്പെട്ടത്. റമദാനിൻ്റെ 1 മുതൽ ശവ്വാല് നിലാവ് കാണുന്നത് വരെയുള്ള എണ്ണപ്പെട്ട ചെറിയ ചില ദിവസങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫറിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. അതാ ഞാൻ എൻ്റെ ചിന്ത എന്ന് പറഞ്ഞത്. സാധാരണഗതിയിൽ എന്താ വേണ്ടത്? എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത്? നിങ്ങളെ കൂടെ പങ്കാളിത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളും എന്നോടൊപ്പം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. സാധാരണഗതിയിൽ നോമ്പിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചിട്ട്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട്, അതിനെ നിയമമാക്കിക്കൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വരികൾ അവതരിക്കുമ്പോൾ അത് പറഞ്ഞ ഉടനെ എന്താ പറയേണ്ടത്? മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ മേൽ നോമ്പ് നിയമമാക്കപ്പെടുന്നുണ്ട്, അതുകൊണ്ട് നിർബന്ധമായി നിങ്ങൾ നോമ്പെടുക്കണേ എന്നല്ലേ പറയേണ്ടത്? ആണോ? അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? ഇതാ ഞാൻ നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ നോമ്പെടുക്കണേ എന്ന് പറയുന്നതിന് പകരം അള്ളാഹു പറഞ്ഞ ആ വചനം, അതാണ് ഞാൻ ഇന്ന് ഓതിയപ്പോൾ ചിന്തിച്ചു എന്ന് പറഞ്ഞു. അള്ളാഹു പറഞ്ഞ വചനം, ഇതുകൊണ്ട് നോമ്പൊക്കെ നിയമമാക്കപ്പെട്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫറിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും രോഗികളായി പോവുകയോ യാത്രയിലായി പോവുകയോ ചെയ്താൽ അവർ വേറൊരു ദിവസം നോമ്പ് നോറ്റാൽ മതി എന്ന് പറയുന്നു. ശ്രദ്ധിച്ചോ? മനസ്സിലായോ? എന്താന്ന് മനസ്സിലായത്? അള്ളാഹു പറയുന്ന വചനം, നോമ്പ് നിയമമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹത്തിന് നോമ്പ് നിയമമാക്കപ്പെട്ടതുപോലെ. എന്തിനാണ്? നിങ്ങളുടെ ജീവിതത്തിൽ തികഞ്ഞ സൂക്ഷ്മത നിങ്ങളെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, സൂക്ഷ്മത പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും രോഗികളാണെങ്കിൽ, നിങ്ങൾ ആ കൂട്ടത്തിൽ ആരെങ്കിലും യാത്രക്കാരാണെങ്കിൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, അവർ പിന്നൊരു ദിവസം നോമ്പ് നോറ്റ് വീട്ടിയാൽ മതി, ഇപ്പം നോമ്പ് എടുക്കേണ്ടിയില്ല എന്ന് പറയാം. ഇനി ആലോചിക്കുക, എന്താ ഇതിൻ്റെ പ്രാധാന്യം, ഇതിൻ്റെ ഗൗരവം, ഇതിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന സംഗതി എന്താ? പ്രിയപ്പെട്ടവരെ, ഇത് ഒരു വ്യക്തമായ പരിശീലനത്തിൻ്റെ ഉപദേശമാണ്, ഒരു പ്രാക്ടീസാണ്. അഥവാ നമ്മളുടെ കൂട്ടത്തിൽ രോഗികളായി മൂലയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മേൽ പിന്നൊരു ദിവസം നോമ്പെടുത്ത് വിട്ടിയാൽ മതി എന്ന് പറയുന്ന പടച്ചവൻ്റെ വാക്കിൻ്റെ പൊരുളും അർത്ഥവും എന്താണെന്ന് പരിശോധിക്കുമ്പോൾ, യാത്രയിലായ ഒരു മനുഷ്യൻ ഇപ്പോൾ എടുക്കണ്ട പിന്നെടുത്താൽ മതി എന്ന് പറയുന്നതിൻ്റെ പൊരുളും ആശയം എന്താണെന്ന് പഠിക്കുമ്പോൾ നോമ്പിൻ്റെ അന്തസത്ത അത്രയേറെ പ്രാധാന്യമുള്ളതാണ്, പ്രസക്തമാണ്, ഗൗരവതരമാണ്. അഥവാ നമ്മളെ കൊണ്ട് താൽക്കാലികമായി ഭക്ഷണപാനീയങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ പ്രാപ്തരാക്കുക, അതിന് നമ്മളെ സന്നദ്ധരാക്കുക എന്നതല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്. പിന്നെയോ നമ്മുടെ നാവ്, നമ്മുടെ കണ്ണ്, നമ്മുടെ കാത്, നമ്മുടെ ചിന്ത, നമ്മുടെ വിചാരങ്ങൾ, ഇതിനൊക്കെ കൃത്യമായ ഒരു നിയന്ത്രണവും തർബിയത്തും തസ്കിയത്തും പ്രദാനം ചെയ്യുക എന്നതാണ് നോമ്പിൻ്റെ ഉദ്ദേശം. അത് ചിലപ്പോൾ രോഗികൾക്ക് വലിയ കാര്യം ഉണ്ടാവില്ല.
ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഉറങ്ങുന്നവരും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. ഉറക്കത്തിൽ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ആരെക്കുറിച്ചും തെറ്റിദ്ധാരണ വെച്ച് പുലർത്തരുത്, ആരെക്കുറിച്ചും ഗീബത്ത് പറയരുത്, ആരെയും കുറ്റപ്പെടുത്തരുത്, ആരെയും ചീത്ത വിളിക്കരുത്. ഇതൊക്കെയാണ് ഇന്ന് പ്രസംഗിക്കാൻ പോകുന്നത്. അപ്പം തൽക്കാലം ഇരുന്ന് ഉറങ്ങുന്ന സഹോദരങ്ങളെക്കുറിച്ച് തെറ്റിദ്ധരിക്കാൻ പാടില്ല, അവരെ കുറ്റം പറയാൻ പാടില്ല. ഞാൻ അവരെ ഒന്നും പറയില്ല. ഉറങ്ങരുത്, ഉറങ്ങാതെ കേൾക്കണം. കാരണം എന്താ അറിയോ, ഉണർന്നിരുന്ന് പറഞ്ഞിട്ട് പോലും ഉള്ളിലേക്ക് കടക്കാൻ വലിയ പ്രയാസം എനിക്ക്. പിന്നെ ഉറങ്ങിക്കേൾക്കുന്നവർക്ക് എങ്ങനെ ഉള്ളിലേക്ക് കടക്കാം? അള്ളാഹു നമുക്കൊക്കെ മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹു ഉദ്ദേശിക്കുന്നത് നമ്മൾ സിഹത്തോടുകൂടി, ഖുവ്വത്തോടുകൂടി എന്തും ചെയ്യാൻ പ്രാപ്തിയും ശക്തിയും ഉള്ളതിനോടൊപ്പം അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ പ്രാപ്തരാവുക, കുറ്റങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ നമ്മൾ സന്നദ്ധരാവുക, കുറ്റങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ നമ്മൾ സന്നദ്ധരാവുക. ഞാൻ തമാശയ്ക്ക് ഈ ആയത്തൊക്കെ അർത്ഥം വെക്കുമ്പോൾ പറയാറുണ്ട്, ഒരു രോഗിയായ വാപ്പ കൈയും കാലും ഒന്നും അനങ്ങുന്നില്ല. രോഗിയായ വാപ്പ കൈയും കാലും ഒന്നും അനങ്ങുന്നില്ല, തളർന്ന് കിടക്കുകയാണ്. പക്ഷെ ജീവിതകാലം മുഴുവൻ നാവ് തളർന്നിട്ടില്ല. ആ നാവ് കൊണ്ട് നല്ലത് മാത്രമേ അധികം പറഞ്ഞിട്ടുള്ളൂ, തമാശ മാത്രമേ അധികം പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ തമാശ മാത്രം പറഞ്ഞ് ശീലിച്ച് അവസാനം കാലും കൈയും ഒക്കെ തളർന്ന അവസാനത്തെ ആ നാളുകളിൽ കിടക്കുന്ന വാപ്പ പറഞ്ഞൊരു വാക്ക് ഞാൻ നേരിട്ട് കേട്ടു. എന്താ പറഞ്ഞത്? നിൻ്റെ ആ മോന്ത ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നേ, എൻ്റെ കാലുകൊണ്ട് ഞാനൊന്ന് ചവിട്ടട്ടെ എന്ന് പറഞ്ഞാൽ കാല് പൊക്കി ചവിട്ടാൻ എന്നെക്കൊണ്ട് കഴിയുന്നില്ല. തമാശയ്ക്കാണ് പറഞ്ഞത്, വേറെ വാപ്പല്ല കേട്ടോ, എൻ്റെ വാപ്പ തന്നെയാണ്, തമാശയ്ക്ക് പറഞ്ഞതാ. നിൻ്റെ മോന്ത ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നേ, ഞാൻ എൻ്റെ കാല് കൊണ്ടൊന്ന് ചവിട്ടട്ടെ എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് ചവിട്ടാൻ കഴിയുന്നില്ല. ചവിട്ടാൻ കഴിയാത്തത് കൊണ്ട് ചവിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനെന്താ പ്രത്യേകത? ഒരു പ്രത്യേകതയില്ല. അടിച്ചിട്ട് നിൻ്റെ പല്ല് ഞാൻ കൊഴിച്ചു കളയും എന്ന് നമ്മൾ പറയാറില്ലേ? അടിച്ചിട്ട് പല്ല് കൊഴിക്കാൻ പോയിട്ട് നിൻ്റെ മുഖം ഒന്ന് ചൊറിഞ്ഞാൽ കൈ ഉയർത്തി ചൊറിയാൻ പോലും കഴിയാതെ രണ്ട് കൈയും തളർന്ന് കിടക്കുകയല്ലേ? പിന്നെ അടിച്ചിട്ട് പല്ല് കൊഴിച്ചാലും പിന്നെ ഞാൻ വേണ്ടാന്ന് വെക്കുകയാണ്, അല്ല പിന്നെ ഞാനങ്ങ് വേണ്ടാന്ന് വെക്കുകയാണ്. വേണ്ടാന്ന് വെക്കാനല്ലാതെ വേറെ മാർഗ്ഗമില്ല. കൈ പൊന്തണ്ടേ, കാല് പൊന്തണ്ടേ? പ്രിയപ്പെട്ടവരെ, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു കുട്ടി വേണ്ടി വന്നാൽ എൻ്റെ കൈ ഉയർത്തി അടി കൊടുക്കുമ്പോൾ അവൻ്റെ പല്ലുകൾ പൊഴിക്കാനുള്ള ശക്തി എനിക്കുണ്ട്, ശേഷി എനിക്കുണ്ട്. ശേഷിയുള്ളതിനോടുകൂടി ഞാൻ ഇങ്ങനെ കൈ പൊക്കിയപ്പോൾ പെട്ടെന്ന് ചിന്തിച്ചു, അല്ലാഹ്, ഞാൻ നിന്നെ ഭയപ്പെടുന്നു. നീ വേണ്ടാന്ന് പറഞ്ഞ കാര്യമാണ്. എനിക്ക് ആരോഗ്യമുണ്ട്, ശക്തിയുണ്ട്. അടിച്ചാൽ ഒരു പക്ഷേ അവൻ്റെ പല്ല് പൊഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. പക്ഷെ പൊക്കിയ കൈ ഞാൻ താത്തിയിടുക. എന്തിനു വേണ്ടി? അള്ളാഹുവിനെ ഭയന്നുകൊണ്ട്. ഇതിനാണ് കൂലി, അതിനാണ് നോമ്പ്, അതിനാണ് നോമ്പ്. നമ്മൾ ഫ്രിഡ്ജിലിരിക്കുന്ന തണുത്ത വെള്ളമോ ജ്യൂസോ ഒരു പക്ഷേ എടുത്തു കുടിച്ചാൽ വേറെ ആരും കാണൂല, കണ്ടാലും ആരും ചോദ്യം ചെയ്യാനൊന്നുമില്ല. ദാഹമാണെങ്കിൽ നല്ലോണം ഉണ്ട്, ദാഹം കടുപ്പമാണ്, വെള്ളം എൻ്റെ മുമ്പിലുണ്ട്, അത് ഞാൻ എടുത്ത് ഉപയോഗിച്ചാൽ ആരും എന്നെ കുറ്റപ്പെടുത്താനൊന്നുമില്ല. വെള്ളം ഇങ്ങനെ കയ്യിലെടുത്തിട്ട് കുടിക്കാൻ പോകുമ്പോൾ അള്ളാഹുവേ കുടിക്കണമെന്നുണ്ട്, കുടിച്ചാൽ ആരും ചോദിക്കൊന്നുമില്ല. പക്ഷെ നിന്നെ ഭയന്നുകൊണ്ട്, നിന്നെ പേടിച്ചുകൊണ്ട് തൽക്കാലം ഞാനത് മാറ്റി വെക്കുകയാണ്. ഇതിനാണ് നോമ്പ്. ഇത് വെള്ളം കൂടി മാറ്റി വെക്കുന്നതിൽ മാത്രം പോരാന്നാണ് ഖുർആൻ പറയുന്നത്. അത് പറയാനാണ് നമ്മൾ ഇന്നത്തെ വിഷയം എടുത്തത്. ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിൽ നമ്മൾ ഈ സൂക്ഷ്മത പുലർത്താറുണ്ട്. ചില സഹോദരങ്ങൾ റമദാനായാൽ അവരുടെ ഉള്ളിലേക്ക് കഫത്തിൻ്റെ അംശമുള്ള ഉമിനീരിറങ്ങിപ്പോകരുത് എന്ന് നിർബന്ധ ബുദ്ധി അവർക്കുണ്ട്. ഇപ്പോൾ കുറേ കുറഞ്ഞിട്ടുണ്ട്. AC ഒക്കെ വന്ന് എല്ലാ പള്ളികളുടെ ജനലും ഡോറും ഒക്കെ അടച്ച് കുറേ ദിവസം ഇവരെ പരിശീലിപ്പിച്ചപ്പോൾ നമ്മുടെ സമുദായം ഇപ്പോൾ അങ്ങനെ പണ്ടത്തെ പോലെ തുപ്പാൻ നിർബന്ധം കാണിക്കുന്നില്ല. പണ്ട് തുപ്പലൊരു വലിയ റമദാൻ വിഭവമാണ് തുപ്പുക. അതിനെന്താ മാർഗം എന്നാ? തുപ്പാൻ എന്താ മാർഗം? ഇപ്പോൾ കുറേ നിയന്ത്രിച്ചില്ലേ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? ഞാൻ തുപ്പലും കഫവും അല്ല പറയുന്നത്. തഖ്വ എങ്ങനെ നിങ്ങൾ നോമ്പിലൂടെ സൂക്ഷ്മതയെ പാലിച്ചുകൊണ്ട് സ്വീകരിക്കുമെന്ന് ഖുർആൻ പറഞ്ഞതിൻ്റെ ചില ഉദാഹരണങ്ങൾ പറയാണ്. കഫത്തിൻ്റെ അംശം കലർന്ന ഉമിനീര് നമ്മളുടെ അണ്ണാക്കിലേക്ക് ഇറങ്ങിപ്പോകരുത് എന്ന് നമുക്ക് നിർബന്ധമുണ്ട്. അതിന് നമ്മൾ ശ്രമിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ വായിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാക്കുകളിൽ മറ്റൊരു മനുഷ്യൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു ശബ്ദം പോലും വരരുത് എന്ന് നമുക്ക് നിർബന്ധമുണ്ടാകണം. അങ്ങനെ നമ്മൾ പരിശീലിക്കണം. അതിനാണ് നോമ്പ്. ഞാൻ എൻ്റെ വാക്കുകൊണ്ട് മറ്റൊരാളെ ഉപദ്രവിച്ചാൽ, ഞാൻ എൻ്റെ വാക്കുകൊണ്ട് മറ്റൊരാളെ വേദനിപ്പിച്ചാൽ, ഞാൻ എൻ്റെ വാക്കുകൊണ്ട് വേറൊരാളുടെ ഗീബത്ത് പറഞ്ഞാൽ നോമ്പ് നഷ്ടപ്പെട്ടു പോകുമെന്ന് മുഫസ്സിറുകളായ പണ്ഡിതന്മാർ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു
യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون. സത്യവിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, ഒരു ജനത മറ്റൊരു ജനതയെ കുറ്റം പറയരുത്, കളിയാക്കരുത്, പരിഹസിക്കരുത്. ഇവിടെ മൂന്നാൾ കൂടിയിരിക്കുകയാണ്, വേറെ മൂന്നാൾ അപ്പുറത്ത് കൂടിയിരിക്കുകയാണ്. അവർ ചിരിക്കുന്നുണ്ട്, ഇവരും ചിരിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിട്ട് പലതും പറഞ്ഞിട്ട് ചിരിക്കുകയാണ്, അവരപ്രകാരം ഇവരെ സംബന്ധിച്ചിട്ടും ചിരിക്കുകയാണ്. ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. ഒരു പക്ഷേ നിങ്ങൾ ആരെക്കുറിച്ചിട്ടാണോ കുറ്റം പറയുന്നത്, നിങ്ങൾ ആരെക്കുറിച്ചിട്ടാണോ മോശം പറയുന്നത്, അവര് നിങ്ങളെക്കാളും ശ്രേഷ്ഠവാന്മാരാകാം, നിങ്ങളെക്കാളും അള്ളാഹുവിൻ്റെ സന്നിധിയിൽ സ്വീകരിക്കപ്പെട്ടവരാകാം. നിങ്ങൾക്കറിയില്ലല്ലോ, നിങ്ങളാണോ വിലയിടുന്നത്, നിങ്ങളാണോ സ്വീകരിക്കേണ്ടതും തള്ളേണ്ടതും, നിങ്ങളുടെ കയ്യിലാണോ അതിൻ്റെ അധികാരം അള്ളാഹു തന്നത്. ആരെക്കുറിച്ചിട്ടും കുറ്റം പറയാൻ നമുക്കൊരവകാശവും ഇല്ല, നമുക്കൊരധികാരവും ഇല്ല. ആരെക്കുറിച്ചും കുറ്റം പറയരുത്. കുറ്റം പറയാനുള്ള അധികാരം എല്ലാം തികഞ്ഞവർക്കല്ലേ ഉണ്ടാവൂ. അത് ആരാ ഉള്ളത് നമ്മുടെ കൂട്ടത്തിൽ? ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. ഞാൻ എൻ്റെ വാക്കുകളെ കൊണ്ട് വേറൊരാളെ ഉപദ്രവിക്കരുത്. അത് ശീലിക്കാനാണ് നോമ്പ് നമുക്ക് തന്നത്. ചില നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ നോമ്പായിപ്പോയി, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരായിരുന്നു എന്ന് പറയാറില്ലേ? ശ്രദ്ധിക്കുന്നുണ്ടോ? നോമ്പായിപ്പോയി, അല്ലെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരായിരുന്നു, ഇനി പറഞ്ഞതിന് മറുപടി ഞാൻ ഇപ്പോൾ പറയും, അല്ലെങ്കിൽ നീ ഇപ്പോൾ ഈ ചെയ്തതിന് മറുപടി ഞാനിപ്പോൾ ചെയ്യുമായിരുന്നു. നോമ്പായിപ്പോയി, എൻ്റെ അർത്ഥം എന്താ? ഒന്ന് നോമ്പ് മുറിച്ചോട്ടെ, ഞാൻ കാണിച്ചു തരാം. അങ്ങനെയാണോ? പ്രിയപ്പെട്ടവരെ, നോമ്പ് അതിനു വേണ്ടിയാണ് അള്ളാഹു നമുക്ക് തന്നത്. ചെയ്യാൻ എനിക്ക് ശേഷിയുണ്ട്, പ്രാപ്തിയുണ്ട്, സാഹചര്യമുണ്ട്. പക്ഷേ ഞാൻ പടച്ചവനെ ഭയന്നുകൊണ്ട് തൽക്കാലം അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. 30 ദിവസക്കാലം ഞാൻ ഇങ്ങനെ മാറി നിന്ന് ശീലിച്ചാൽ എൻ്റെ ജീവിതത്തിൽ അത് പതിവാകും. ഞാൻ എൻ്റെ നാവ് കൊണ്ട് ഒരാളെയും ഉപദ്രവിക്കുകയില്ല, നാവ് കൊണ്ട് ഒരാളെയും ഉപദ്രവിക്കുകയില്ല. ചിലപ്പോൾ നമ്മൾ നമ്മുടെ കൈ കൊണ്ട് ഒരാളുടെ മുഖത്തൊരടി കൊടുക്കുന്നതിനേക്കാളും വേദനയും നൊമ്പരവും വ്രണവും ഉണ്ടാകുന്നത് നമ്മുടെ നാവ് കൊണ്ട് അയാളോട് പറയുന്ന ചില വാക്കുകളെ കൊണ്ടായിരിക്കും. അറബിയിലൊരു കവിതയുണ്ട്. വാളുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ മേനിയിൽ നീ മുറിവുണ്ടാക്കിയാൽ, അത് എത്ര ആഴമുള്ള മുറിവാണെങ്കിലും കുറച്ച് കഴിയുമ്പം അത് ചിലപ്പോൾ ഉണങ്ങാൻ സാധ്യതയുണ്ട്, പൊറുക്കാൻ സാധ്യതയുണ്ട്, അല്ലേ? ഒന്ന് സ്റ്റിച്ചിട്ടാൽ ചിലപ്പം ആ മുറിവ് ശരിയാവും, സ്റ്റിക്കർ ഒട്ടിച്ചാൽ ചിലപ്പോൾ ശരിയാവും. അതുമല്ലെങ്കിൽ സർജറി ചെയ്താൽ ആ വലിയ മുറിവ്, ഒടിവ്, അതൊക്കെ ശരിയാവും, ശരിയാകാൻ സാധ്യതയുണ്ട്. പക്ഷേ നിന്റെ നാവ് കൊണ്ട് നീ ആരുടെയെങ്കിലും ഖൽബിൽ വ്രണമുണ്ടാക്കിയാൽ ആ വ്രണം ഒരിക്കലും ഉണങ്ങൂല, മരിച്ചാലും മാറൂല, മരിച്ചാലും മറക്കൂല. ആ വ്രണം അത്ര ശക്തമായിരിക്കും, ഭയങ്കരമായിരിക്കും. അതുകൊണ്ട് നിന്റെ നാവ് കൊണ്ട് നീ ഒരാളെയും ഉപദ്രവിക്കരുത്, ഒരാളെയും ഉപദ്രവിക്കരുത്. യാ മഅ്ശറ മൻ അസ്ലമ ബിലിസാനിഹി വലാ യദ്ഖുലുൽ ഈമാനു ഇലാ ഖൽബിഹി ലാ തുഅദുൽ മുസ്ലിമീൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം സഹാബത്തിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് എല്ലാവരെയും ഒച്ചത്തിൽ കേൾക്കുമാറ് സംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: യാ മഅ്ശറ മൻ അസ്ലമ ബിലിസാനിഹി വലാ യദ്ഖുലുൽ ഈമാനു ഇലാ ഖൽബിഹി ലാ തുഅദുൽ മുഅ്മിനീൻ ലാ തുഅദുൽ. എത്ര രസകരമായിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നാവ് കൊണ്ട് മാത്രം മുസ്ലിം ആവുകയും ഈമാനിൻ്റെ അംശം അല്പം പോലും അവൻ്റെ കൽബിലേക്ക് ഇറങ്ങാതിരിക്കുകയും ചെയ്ത ആളുകളെ, ദയവ് ചെയ്ത് നിങ്ങൾ ഈ പാവപ്പെട്ട മൂമിനീങ്ങളെ ഉപദ്രവിക്കരുതേ എന്ന് പറഞ്ഞു. ലാ തുഅദുൽ മുഅ്മിനീൻ, മൂമിനീങ്ങളെ ഉപദ്രവിക്കരുതേ എന്ന് പറഞ്ഞാൽ, നാവ് കൊണ്ട് ഞാൻ വലിയ മുസ്ലിമാണ്, ഞാൻ വലിയ പ്രഭാഷകനാണ്, ഞാൻ വലിയ പ്രാസംഗികനാണ്, ഞാൻ വലിയ ഉസ്താദാണ്. പക്ഷേ ആ ഉസ്താദിൻ്റെയും പ്രഭാഷണത്തിൻ്റെയും ഒക്കെ അസറ് ഹൃദയത്തിലേക്ക് കടന്നിരുന്നെങ്കിൽ ആദ്യം നന്നാകേണ്ടത് നിന്റെ നാവാണ്.
ആദ്യം നന്നാകേണ്ടത് നിൻ്റെ സംസാരമാണ്, ആദ്യം നന്നാകേണ്ടത് നിൻ്റെ പെരുമാറ്റമാണ്, പ്രവർത്തനമാണ്. പിന്നല്ലേ നിസ്കാരം, പിന്നല്ലേ നോമ്പ്, പിന്നല്ലേ ബാക്കിയുള്ള അമലുകളൊക്കെ. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നമുക്ക് 23 റക്അത്ത് നിസ്കരിക്കാൻ കഴിയും. വലിയ എളുപ്പമാണ്, വലിയ പ്രയാസമൊന്നുമില്ല. 23 റക്അത്ത് നമ്മൾ നിസ്കരിക്കുന്നുണ്ട്. 23 റക്അത്ത് നിസ്കാരം കൊണ്ട് മതിയാക്കാതെ വീണ്ടും തഹജ്ജുദിൻ്റെ സമയത്ത് എഴുന്നേറ്റ്, അത്താഴത്തിൻ്റെ സമയത്ത് എഴുന്നേറ്റ് വീണ്ടും നമ്മൾ 8 റക്അത്ത് സുന്നത്ത് തഹജ്ജുദ് നമസ്കരിക്കുന്നുണ്ട്. പറ്റും, നമ്മളെ കൊണ്ട് സാധിച്ചെന്ന് വരും. വലിയ എളുപ്പമാണ്. അതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നോമ്പെടുക്കുക എന്നുള്ളത് വലിയ പ്രയാസമൊന്നുമില്ല. ഇന്ന് മുസ്ലിമീങ്ങളുടെ ഇടയിൽ നോമ്പ് പൊതുവായിട്ടുണ്ട്. നമുക്ക് നോമ്പെടുക്കാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. പ്രയാസമുണ്ട്, പക്ഷെ നമ്മൾ സഹിക്കുന്നു, ക്ഷമിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിലെ ശീലമായി മാറിയിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മുസ്ലിമീങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ വളരെ വിനീതമായ ഭാഷയിൽ ഞാൻ പറയുന്നു, നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരിക്കുന്നത് എത്രത്തോളം പ്രയാസകരമാണോ, 23ഉം 8ഉം ഒക്കെ ചേർത്ത് ഒട്ടനവധി നിസ്കാരം നിർവഹിക്കുന്നത് എത്രത്തോളം പ്രയാസമാണോ, അതിനേക്കാളെല്ലാം വലിയ പ്രയാസമെന്ന് പറയുന്നത് ചില സന്ദർഭത്തിൽ നമ്മുടെ നാവിൽ നിന്നും വരേണ്ട വാക്കുകളെ വേണ്ടാന്ന് വെച്ച് നിയന്ത്രിച്ചിട്ട് സംയമനം പാലിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് നോമ്പെടുക്കുന്നതിനേക്കാൾ, അതിനുവേണ്ടി പട്ടിണിരിക്കുന്നതിനേക്കാളും പ്രയാസകരമാണ്, അതിനേക്കാളും കൂലി കിട്ടുന്നതാണ്. അതാണ് ഇസ്ലാമിക ശരീഅത്ത് പരിശുദ്ധ ഖുർആനിൻ്റെ വാക്കുകളിലൂടെ നമ്മളോട് നിർദ്ദേശിക്കുന്നതും ഉദ്ദേശിക്കുന്നതും. മനസ്സിലാവുന്നുണ്ടോ? അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. നമ്മുടെ വായിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാക്കുകളെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമ്മൾ പറയുന്ന ഒരു വാക്കിൻ്റെ പേരിൽ മനുഷ്യൻ്റെ മനസ്സ് വ്രണപ്പെടും, മുറിപ്പെടും. ആ വ്രണവും മുറിവും അവനെ വല്ലാതെ ദുഃഖത്തിലാഴ്ത്തും. ആ ദുഃഖം ചിലപ്പോൾ ഇസ്ലാമിനോട്, ദീനിനോട് വെറുപ്പുണ്ടാകാൻ ഇടയാകും. കുടുംബങ്ങൾ തമ്മിൽ തെറ്റും, വ്യക്തികൾ തമ്മിൽ തെറ്റും, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തെറ്റും. ഇതിൻ്റെ ഒക്കെ കാരണങ്ങളെ കുറിച്ചിട്ട് നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ എപ്പോഴോ തമ്മിൽ പറഞ്ഞ ഒരു വാക്കിൻ്റെ കടുപ്പം, എന്നാലും എനിക്കത് മറക്കാൻ കഴിയുന്നില്ല, പോട്ടപ്പ, ഒരു വാക്കല്ലേ, ഒരു വാക്കല്ല, അതെനിക്ക് മറക്കാൻ കഴിയും എന്ന് പറയും. ഇങ്ങനെ കുടുംബങ്ങൾ തമ്മിൽ തെറ്റാം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തെറ്റാം, വാപ്പയും മക്കളും തമ്മിൽ തെറ്റാം. അതിനൊക്കെ നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിർബന്ധമാണ്. പ്രിയപ്പെട്ടവരെ, ആ നിലയിൽ നമ്മൾ തമ്മിൽ അകന്നു പോകാനും നമ്മളുടെ ഇടയിൽ വിള്ളലുണ്ടാകാനും കാരണമാകുന്ന ഈ വാക്കുകളുടെ പേരിൽ പരസ്പരം തെറ്റുന്നതിൻ്റെ അപ്പുറത്തേക്ക് ചിലപ്പോൾ ആളുകൾ ഇസ്ലാമിൽ നിന്ന് അകന്നു പോകും, ദീനിൽ നിന്ന് അകന്നു പോകും. ഒരു മൂലാര വാക്ക്, ഞാൻ അള്ളാഹു എനിക്കും നമുക്കെല്ലാവർക്കും മാപ്പ് തരുമാറാകട്ടെ. ഞാൻ കൂടെ എന്തെങ്കിലുമൊക്കെ പ്രസംഗത്തിൽ തമാശ പറഞ്ഞിട്ട് നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് പൊരുത്തം ചോദിക്കുന്ന എന്താണ്? തമാശ പറയുന്നതാണ്, സദസ്സിനെ ഒന്ന് ഉണർത്താൻ വേണ്ടി പറയുന്നതാണ്, ചിരിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നൊമ്പരമുണ്ടായാൽ, പ്രയാസമുണ്ടായാൽ, വേദനയുണ്ടായാൽ, അവൻ്റെ വികാരം വ്രണപ്പെട്ടാൽ അതിൻ്റെ പേരിൽ ചിലപ്പോൾ നമ്മൾ പിടിച്ചു നിർത്തപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബാക്കളുടെ കൂട്ടത്തിൽ ചില ആളുകൾ ചില കാര്യങ്ങൾ ചെയ്യുമായിരുന്നു, അത് അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടപ്പെടൂല. അങ്ങനെയാണല്ലോ, ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ അത് ഇഷ്ടപ്പെട്ടു. അത് ഇസ്ലാമികമല്ല, അനിസ്ലാമികമാണ്. പക്ഷേ അനിസ്ലാമികമായ നിലയിൽ ഒരു സഹോദരൻ ചെയ്യുന്ന കാര്യത്തെ ഒറ്റയടിക്ക് അവൻ്റെ മുഖത്ത് നോക്കി ആളുകളുടെ മുമ്പിൽ ആക്ഷേപസ്വരത്തിൽ എതിർക്കുകയോ നിരോധിക്കുകയോ ചെയ്യുന്നതിന് പകരം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഹിക്മത്തോടുകൂടി അതിനെ കൈകാര്യം ചെയ്യുമായിരുന്നു. ചില ഹദീസുകളിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ കയറി ജനങ്ങളെല്ലാം സംബോധന ചെയ്തു. അയ്യുഹന്നാസ് എന്ന് പ്രത്യേകം വിളിച്ചു. എന്നിട്ട് അയ്യുഹന്നാസിനോട് ചില കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ടോ മാ ബാലു അഖ്വാമിൻ യഫ്അലു കദാ വകദാ, മാ ബാലു അഖ്വാമിൻ യഫ്അലു കദാ വകദാ എന്ന് പറയുമായിരുന്നു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ അദ്ദേഹം ചെയ്ത ഒരു കർമ്മം അള്ളാഹിൻ്റെ റസൂലിന് ഇഷ്ടപ്പെട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് പാടില്ലാത്ത ഒരു കർമ്മം ചെയ്ത ആ മനുഷ്യനെ ആളുകളുടെ മുമ്പിൽ ഇട്ടിട്ട് വിവരമില്ലേ, വലിയ തൊപ്പിയും താടിയെല്ലാം വെച്ച് നടക്കുന്നു, മുണ്ട് താഴെ നെരിയാണിക്ക് താഴെ വലിച്ചഴച്ച് മുനിസിപ്പാലിറ്റീൻ്റെ പണിയിടുന്നു, പൊന്തിച്ച് കെട്ടടാ എന്ന് പറയാം, പൊന്തിച്ച് കെട്ടടാ. സംഗതി ശരിയാ, അയാൾ തുണി താഴെ വലിച്ചഴച്ചത് തെറ്റാണ്.
ഞെരിയാണിക്ക് താഴെ തുണി ആയിപ്പോയത് പാവം ഒരു അശ്രദ്ധയാണ്, തെറ്റാണ്, അത് പാടില്ല. ഞാൻ ഈ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ കാതുകൊണ്ട് ഞാൻ കേട്ടു, ഒരു ചെറുക്കനോട് അവൻ്റെ ഉമ്മ പറയാണ്, താഴെ കിടച്ച് വലിച്ചെടുക്കുന്നത്, ഭൂമി വിഴുങ്ങിപ്പോകും, ഭൂമി വിഴുങ്ങിപ്പോകും, നിന്റെ കാല് ഭൂമി വിഴുങ്ങിപ്പോകും. ഞാൻ പറഞ്ഞു, സഹോദരി, ഇന്നത്തെ ചെറുപ്പക്കാരോട് ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചാൽ ഭൂമി വിഴുങ്ങുന്നതിന് മുമ്പ് അവൻ നിന്നെ വിഴുങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. ഭൂമി വിഴുങ്ങുന്ന അവിടെ, അത് ഹദീസല്ലേ, അള്ളാൻ്റെ റസൂൽ പറഞ്ഞല്ലേ. ഞാൻ പറഞ്ഞു, അള്ളാൻ്റെ റസൂൽ ഇങ്ങനൊന്നും പറഞ്ഞില്ല, അങ്ങനെ പറയാൻ അനുവദിച്ചിട്ടു. ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ കുഴപ്പമാവുക. പകുതി ഉറങ്ങി പകുതി കേട്ടാലേ പ്രശ്നമാവും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനെയല്ല പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും പ്രതികൂല സാഹചര്യത്തിൽ മറ്റൊരു ചിന്തയിൽ നടക്കുന്ന, മറ്റൊരു വികാരത്തിന് അടിമപ്പെട്ട് നടക്കുന്ന യുവ മനസ്സുകളെ വെറുപ്പിക്കുമാറ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒന്നും പറഞ്ഞിട്ടേ ഇല്ല, അങ്ങനെ പറയുകയും ചെയ്യില്ല. അങ്ങനെ പറയാത്തത് കൊണ്ടാണ് നമ്മുടെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം 1500 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ സദസ്സിൽ കടന്നു വരുമ്പോൾ നമ്മൾ അറിയാതെ കരഞ്ഞു പോകുന്നത്. എന്തുകൊണ്ടാ? ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നമ്മളോട് എത്രയേറെ അനുകമ്പയുണ്ടായിരുന്നു, കാരുണ്യമുണ്ടായിരുന്നു, സ്നേഹവാത്സല്യമുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ മോഡേൺ സൈക്കോളജിയുടെ കുറേ തിയറികളും അപ്രോച്ചും ഒക്കെ പറയുന്നത് 1500 വർഷങ്ങൾക്ക് മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് നമ്മുടെ മുമ്പിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കാണിച്ചു തന്ന് അക്ഷരാഭ്യാസമില്ലാത്ത ഒരു സമൂഹത്തെ വളർത്തി വലുതാക്കി ജേതാക്കളാക്കി മാറ്റിയതാ പ്രിയപ്പെട്ടവർ. അത് ചരിത്രമാണ്, അല്ലാതെ തിയറി അല്ല. ഭാവനാത്മകമായ നിലയിൽ എഴുതി വെക്കപ്പെട്ടിരിക്കുന്ന എന്തെങ്കിലും നിയമഖണ്ഡികകളൊന്നും അല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ സുബൈ നമസ്കാരത്തിൻ്റെ സമയത്ത് ഒരു മൊബൈൽ കിടക്കിടക്കിടക്കിടക്കിടാന്ന് കുറേ ബെല്ലടിച്ചു. ഇന്നലെ ഇശാക്കും ആ ബെല്ല് കേട്ടു, 2 ദിവസം മുമ്പും ആ ബെല്ല് കേട്ടു. ചില ആളുകൾ ആ പാവപ്പെട്ടവനോട് കണ്ണുരുട്ടി ദേഷ്യപ്പെട്ട് ചൂടായി സംസാരിച്ചു. സത്യത്തിൽ എനിക്കും ഭയങ്കര ദേഷ്യം വന്നു. പക്ഷെ ഞാൻ മുണ്ടാണ്ടിങ്ങനെ കുനിഞ്ഞിരുന്നു. കാരണം ഞാൻ ദേഷ്യപ്പെടാൻ പാടില്ലല്ലോ, ഇന്ന് പ്രസംഗിക്കേണ്ടതല്ലേ, ഞാൻ ദേഷ്യപ്പെടാം. പക്ഷെ ചില ആളുകൾ ദേഷ്യപ്പെട്ടു. ഞാനും വിചാരിച്ചു, പടച്ചോനെ, ഈ മനുഷ്യന് എന്താ ഇത്ര വിവരമില്ലാത്തത്, എന്താ ഇത്ര വിവേകമില്ലാത്തത്? അതല്ല, അയാളുടെ ഫോണിൽ സൈലന്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇല്ലേ, സൈലന്റ് ആക്കൽ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇല്ലേ? അതല്ല, അയാൾക്കത് അറിയില്ലേ? ഇങ്ങനെയൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇടപെട്ട് പതുക്കെ സമീപിച്ച് അവരെ തണുപ്പിച്ച് സമാധാനിപ്പിച്ചു. ആ പാവം ഇങ്ങനെ കണ്ണ് രണ്ടും ഇങ്ങനെ തടകി, ഇങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളങ്ങൾ. കടപ്പുറത്ത് മീനും കയറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി അന്നം തേടുന്ന ഒരു സാധുവാണ്. ആ പാവത്തിനെ സംബന്ധിച്ചിടത്തോളം ആ കടുപ്പപ്പെട്ട ക്ഷീണത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും ഇടയിൽ ഓടി വന്ന് നിസ്കരിക്കുന്നതാണ്. ഈ വരുന്ന കിണികിണി ശബ്ദം എൻ്റെയും ഞാൻ എൻ്റെ ഭാഷയിൽ പറയാണ്, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഇന്നത്തെ അന്നമാണ്. നോമ്പ് തുറക്കണമെങ്കിൽ, അത്താഴം കഴിക്കണമെങ്കിൽ, മക്കൾക്ക് മരുന്ന് വാങ്ങണമെങ്കിൽ ഈ സാമാനം കിണികിണിന്ന് അടിക്കുമ്പോൾ എടുത്തുകൊണ്ട് ഓടണം. ചിലപ്പോൾ സലാം വീട്ടിയപാട് ആ പാവം ഓടുന്നുണ്ടാകും. ഓടിപ്പോയി അവർ പറയുന്നിടത്തേക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടെത്തിച്ചു കൊടുക്കണം. അയാളുടെ അന്നമാണ്. അതിനനുസരിച്ചിട്ടുള്ള വിവരം പാവത്തിനുണ്ടാവും. അതിനനുസരിച്ചിട്ടുള്ള വിവേകവും വിദ്യാഭ്യാസവും ടെക്നോളജിയുടെ അറിവും ഒക്കെ ആ പാവത്തിനുണ്ടാവും. ആ സാധുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇത്രയും ആളുകൾ കൂടി നിന്നിട്ട് അവനെ കൈകാര്യം ചെയ്താൽ, അവനെ ശകാരിച്ചാൽ, പിന്നെ പ്രിയപ്പെട്ടവരെ, ഈ പാവപ്പെട്ടവൻ പള്ളിയിലേക്ക് വരുമോ? ഈ പാവപ്പെട്ടവൻ പിന്നെ പള്ളിയുടെ പരിസരത്ത് വരുമോ? നമ്മൾ അവൻ്റെ പക്ഷത്ത് നിന്ന് ചിന്തിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രസംഗിക്കാൻ ഭയങ്കര എളുപ്പമാണ്, എപ്പോഴും നമ്മൾ പ്രസംഗിക്കുന്നതുമാണ്. കാമ്പസാറ് പള്ളിയുടെ ഉള്ളിൽ തഅലീമിൻ്റെ സദസ്സിലിരിക്കുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഘോരം പ്രസംഗിക്കുകയും അത് കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞതുപോലെ ഏതോ ഒരു ആജി റോഡിൽ പണിയെടുക്കുന്ന സാധാരണക്കാരനായ മറ്റേതെങ്കിലും സംസ്ഥാനക്കാരനായ തൊഴിലാളി, വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്തവൻ കയറി വന്ന് എയർ കണ്ടീഷൻ റൂമിൻ്റെ ഡോർ ഇങ്ങനെ തള്ളി തുറന്ന് നമ്മുടെ മുമ്പിൽ പരസ്യമായ നിലയിൽ നിന്നങ്ങ് മൂത്രം ഒഴിച്ചാൽ എന്തായിരിക്കും നമ്മുടെ നിലപാട്? നോമ്പാടെ നിൽക്കട്ടെ, വാതാടെ നിൽക്കട്ടെ, ആദ്യം മോനെ കൈകാര്യം ചെയ്യട്ടെ എന്നാണ് നമ്മളെല്ലാവരും പറയുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയാണല്ലോ ചെയ്യുക, അല്ലേ? അങ്ങനെയല്ലേ? ഇത്രയും മൂത്രപ്പുരയില്ലേ, ബാത്റൂമില്ലേ, നിനക്ക് ചോദിച്ചൂടെ? നിനക്ക് വിവരമില്ലേ? ഈ ആളുകളെ മുമ്പിൽ വന്ന്, ഞാനിത് പറയുന്നത് എന്തിനാ പ്രിയപ്പെട്ടവരെ? ഒന്ന് സങ്കല്പിക്കൂ നിങ്ങൾ, ഇതിൻ്റെ നടുവിൽ ഒരു മനുഷ്യൻ വന്ന് നിന്ന് പരസ്യമായി മൂത്രമൊഴിച്ചാൽ ഈ ഇരിക്കുന്ന നമ്മളുടെ മാനസിക അവസ്ഥയും വികാരം എന്തായിരിക്കും?
ഓർക്കുമോ? നമ്മൾ ക്ഷമിക്കുമോ? നമ്മൾ സഹിക്കുമോ? സഹിക്കാൻ കഴിയുമോ? എന്നാൽ ഈ പള്ളിയല്ല, കാമ്പസാറ് പള്ളിയല്ല, അഷ്റഫുൽ ഖൽഖായ താഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനത്തെ മസ്ജിദുൻ നബവി, അവിടെ ഒരാളിരുന്ന് ഇപ്രകാരം ഉറുദി പറയുന്നുണ്ട്. അതാരായിരുന്നു എന്നറിയോ? സാക്ഷാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലതുഭാഗത്ത് അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും തുടങ്ങിയ ലോക ജനതയുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠവാന്മാരായ സഹാബത്തുൽ കിറാം ഇരിക്കുകയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുകളെ പോലെയുള്ള നമ്മളുടെ മാനസികാവസ്ഥയുള്ള അന്നത്തെ സഹാബാക്കളുണ്ടല്ലോ, ചാടി എഴുന്നേറ്റ് വാളൂരി ദാനി യാ റസൂല, ഇങ്ങോട്ട് വിട്, ഞാൻ അവനെ കൈകാര്യം ചെയ്യട്ടെ എന്ന് വിളിച്ചു പറയാണ്. അള്ളാൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ താലീമിൻ്റെ സദസ്സിൽ വന്ന് നിന്ന് പരസ്യമായി മൂത്രമൊഴിക്കുവോ? പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഹബീബായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമറിനെ പോലത്തെയുള്ള വീരശ്വര പരാക്രമികളോട് കൈ കാണിച്ചിട്ടോ, അടങ്ങ് അടങ്ങ്, അയാൾ മൂത്രമൊഴിച്ചോട്ടെ, ഒരാവശ്യമല്ലേ, അയാൾ മൂത്രമൊഴിച്ചോട്ടെ, ഒരാവശ്യമല്ലേ. അയാൾ മൂത്രമൊഴിച്ചു കഴിഞ്ഞു, തടസ്സപ്പെടുത്തിയില്ല. അദ്ദേഹത്തിൻ്റെ അരികിൽ ചെന്ന് നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തോളിൽ കൈവച്ചു, തലോടി സമാധാനത്തിൽ പറഞ്ഞു, സഹോദരാ, ഇത്ര ആളുകളല്ലേ ഇരിക്കുന്നത്, പരസ്യമായി ഈ സദസ്സിൽ അങ്ങനെ നിന്ന് മൂത്രമൊഴിക്കരുത്. ഇത് മൂത്രമൊഴിക്കാനുള്ള സ്ഥലമല്ലല്ലോ. മൂത്രമൊഴിക്കാൻ അപ്പുറത്ത് ബാത്റൂമുണ്ട്, മൂത്രപ്പെടുണ്ട്, അങ്ങോട്ട് പോയിക്കൂടെ. അന്ന് മൂത്രച്ചുളയൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ്റെ സമനില തെറ്റിപ്പോയി എന്നാണ് ഹദീസിൽ കാണുന്നത്. അന്തം വിട്ടുപോയി എന്ന് പറയുന്നില്ലേ? അന്തം വിട്ടുപോയി. ആ മനുഷ്യൻ്റെ കൺട്രോള് പോയി. ആ മനുഷ്യൻ വാവിട്ട് കരഞ്ഞ് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പുറത്തേക്കോടി എന്നാണ് ഹദീസിൽ കാണുന്നത്. പുറത്തേക്കോടുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, മാ ശതമനി വലാ സജറനി വലാ വറബനി. ആളുകൾ ഇങ്ങനെ നോക്കുക, എന്താ ഇയാൾ പറയുന്നത്? ഓടിപ്പോകുമ്പോൾ അയാൾ ഒച്ചത്തിൽ പറഞ്ഞുകൊണ്ട് പോവാ, മാ വറബനി വലാ ശതമനി വലാ സജറനി മാ വറബനി മാ വറബനി, ഒച്ചത്തിൽ പറഞ്ഞുകൊണ്ട് സമനില തെറ്റി ഭ്രാന്തളകിയതുപോലെ ആ മനുഷ്യൻ ഒച്ച വെച്ചുകൊണ്ട് തൻ്റെ കബീലയിലേക്ക് പോയി. കബീലക്കാരെല്ലാം ഓടിക്കൂടി, എന്ത് പറ്റി എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഭൂമി കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മാന്യനായ ഒരു മഹാത്മാവിൻ്റെ മുന്നിൽ നിന്നാണ് ഞാൻ വരുന്നത്. മാ വറബനി മാ സജറനി മാ ശതമനി എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ്റെ മനസ്സിനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളുടെ നല്ല പെരുമാറ്റത്തിലൂടെ പരിപൂർണമായി തങ്ങളിലേക്ക് ഇങ്ങെടുത്തു. അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ രീതി. ഈ വാക്ക് പരിശീലിക്കാനാണ്, ഈ വർത്തമാനം ശീലിക്കാനാണ്, ഈ പെരുമാറ്റ രീതിയെ നമ്മളെ കൊണ്ട് പഠിപ്പിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പെടുക്കാൻ പറയുന്നത്. നോമ്പ് അതിനുള്ളതാണ്, അല്ലാതെ പട്ടിണിരിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. നോമ്പ് ദാഹം സഹിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. നോമ്പ് നമ്മളുടെ നാവിൽ നിന്നും ഉതിർന്നു വീഴുന്ന ഓരോ വാക്കുകളെയും അളന്ന് തൂക്കി പരിശോധിച്ചതിന് ശേഷം മാത്രം പ്രയോഗിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുക. ഒരു വാക്ക് ഞാനിങ്ങനെ പറയുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരെ കുറിച്ച് പറയാറുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും കേൾക്കുന്ന ഹദീസുകളും വാക്കുകളും ഒക്കെ കൃത്യമായി അദ്ദേഹം ജീവിതത്തിൽ പാലിക്കുമായിരുന്നു, പ്രാവർത്തികമാക്കുമായിരുന്നു. അത് പ്രാവർത്തികമാക്കുന്ന വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കളിൽ മുൻപന്തിയിലാണ് അദ്ദേഹം. അത് നമുക്കൊക്കെ അറിയാമല്ലോ. വാക്കുകളുടെ പ്രയോഗത്തെക്കുറിച്ചിട്ടും അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചിട്ടും കൂടെ കേട്ട് അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർക്ക് ഭയപ്പാടായി. പടച്ചോനെ, ഞാൻ പറയുന്നത് ശരിയാവോ? അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹം ചിലപ്പോൾ ചെറിയ കല്ലുകൾ എടുത്ത് തൻ്റെ വായിലിട്ട് വെക്കുമായിരുന്നു. കല്ലെടുത്ത് വായിലിട്ട് വെക്കുക. നമ്മളിപ്പോൾ ബബിൾഗം ചവയ്ക്കുന്നെന്ന് പറയുന്നില്ലേ? ബബിൾഗം ചവയ്ക്കും. എന്തിനാ ബബിൾഗം ചവയ്ക്കും? വണ്ടി ഓടിക്കുമ്പോൾ ഉറക്കം വരാതിരിക്കാനാണെന്നൊക്കെയാണ് പറയുക, ബബിൾഗം. പ്രിയപ്പെട്ടവരെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവர்கள் വായിൽ കല്ലുകൾ ഇട്ട് വെക്കുമായിരുന്നു. എന്നിട്ട് എന്തെങ്കിലും അത്യാവശ്യത്തിന് സംസാരിക്കണമെന്ന് തോന്നിയാൽ ഒന്ന് ആലോചിക്കും, വീണ്ടും ആലോചിക്കും. അത്യാവശ്യമാണെന്ന് ബോധ്യപ്പെടുമ്പോൾ ആ കല്ലെടുത്ത് കൈ പിടിച്ചിട്ട്, വലൈക്കും അസ്സലാം, എന്തെല്ലാം വിശേഷം, ഉറങ്ങാണോ? ഉറങ്ങുന്നില്ലല്ലേ, എന്നാൽ പിന്നെ വർത്താനം പറയാല്ലേ, പിന്നെ കാണാം, വായിൽ പിന്നെ പോയി. ഇത് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ പാലിച്ച നോമ്പിൻ്റെ സൽഫലമാണ് എന്ന് നമുക്ക് പറയാം. ഇബാദത്തുകളിലൂടെ അവർ ആർജിച്ചെടുത്ത ആത്മീയമായ ശക്തിയാണ്. അതിനാണ് ഇബാദത്ത്, അതിനാണ് നോമ്പ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അമലുകളൊക്കെ നാളെ പരലോകത്ത് തൂക്കുന്നതാണ്. വൽ വസ്നു യൗമഇദിനിൽ ഹഖ്, അല്ലാഹു പറയാ, വൽ വസ്നു യൗമഇദിനിൽ ഹഖ് ഫമൻ സഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ.
ومن خفت موازينه فأولئك الذين خسروا أنفسهم فهم لا يؤمنون. എന്തായിരുന്നാലും വൽ വസ്നു യൗമഇദിനിൽ ഹഖ്, അന്നേ ദിവസം നമ്മളുടെ ഈ അമലുകളെല്ലാം തൂക്കി നോക്കപ്പെടുക തന്നെ ചെയ്യും. അമലെന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞ വർത്താനം അതിൽപ്പെട്ടു, നമ്മൾ പറഞ്ഞ വാക്കുകൾ അതിൽപ്പെട്ടു. ഇന്ന് നമ്മൾ പറഞ്ഞ വാക്ക് ശക്തമായ നിലയിൽ ഒരു മനുഷ്യൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നൊമ്പരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ വേദനിപ്പിച്ചതിൻ്റെ അളവനുസരിച്ചിട്ട് നാളെ പരലോകത്ത് നമ്മളുടെ ഈ അമലിനെ തൂക്കപ്പെടുക തന്നെ ചെയ്യും. നമ്മൾ വേറൊരാളെ കുറിച്ചിട്ട് ഗീബത്ത് പറയുമ്പോൾ അവൻ ഇഷ്ടമല്ലാത്തത് അവനെ കുറിച്ചിട്ട് പറയാന്നാണല്ലോ. ദിക്റുക അഖാക, എന്താ ഗീബത്ത് എന്ന് പറഞ്ഞാൽ? ദിക്റുക അഖാക ബിമാ യക്റഹുഹു, നിന്റെ സഹോദരനെ കുറിച്ചിട്ട് അവൻ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നീ അവനെക്കുറിച്ച് പറയുക, അതിനാണ് ഗീബത്ത് എന്ന് പറയുന്നത്. അവനിഷ്ടമല്ലാത്ത കാര്യങ്ങൾ അവനെക്കുറിച്ചിട്ട് നീ പറയുക. അത് അത്ര ചെറിയ കാര്യമാണെങ്കിൽ പോലും ഗീബത്താണ്. ഗീബത്ത് വൻപാപമാണെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വ്യക്തമായി പറഞ്ഞതാണ്. നിന്റെ സഹോദരൻ്റെ മാംസം കഴിക്കുന്നതിന് സമമാണ് എന്ന് അല്ലാഹു പറഞ്ഞു. മാംസം കഴിക്കുന്നതിന് സമമാണ്. ഇന്ന് നമ്മളിൽ പല ആളുകൾക്കും അറ്റാക്ക് വർദ്ധിക്കുകയാണ്. എന്താ അറ്റാക്കിൻ്റെ കാരണം? കൊളസ്ട്രോൾ കൂടിയതാണ്. എന്താ കൊളസ്ട്രോൾ കൂടാനുള്ള കാരണം? മീറ്റും ഫാറ്റും അധികം കഴിച്ചതാണ്. അതൊക്കെ മനസ്സിലാവും അല്ലേ? ഞാൻ പറഞ്ഞ ഖുർആനായത്തിൻ്റെ ഭാഷ പെട്ടെന്ന് എല്ലാവർക്കും അങ്ങനെ തിരിയാറില്ല, ഹദീസിൻ്റെ ഭാഷ എല്ലാവർക്കും തിരിയാറില്ല. ആരോഗ്യ രംഗത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അരക്ഷിതാവസ്ഥകളെ കുറിച്ചിട്ട് അവർ പറയുന്ന സാങ്കേതിക വാക്കുകൾ നമ്മുടെ സമുദായത്തിൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. ഒന്നുകൂടെ പറയട്ടെ, ഇന്ന് നമ്മളിൽ അധിക പേർക്കും അറ്റാക്ക് വർദ്ധിക്കുകയാണ്. അറ്റാക്കിൻ്റെ കാരണം എന്താണ്? കൊളസ്ട്രോൾ കൊളസ്ട്രോൾ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? നമ്മൾ കഴിക്കുന്ന മീറ്റും ഫാറ്റും കൊണ്ടാണ്. അങ്ങനെയല്ല പറയുന്നത്. അതുകൊണ്ട് ബീഫ് കഴിക്കരുത്. എന്നോടൊരു ഡോക്ടറായ സഹോദരൻ പറഞ്ഞു, ഞാൻ മീറ്റ് കഴിക്കലേ ഇല്ല, ഞാൻ ആകെ കഴിക്കുന്നത് കൊല്ലത്തിൽ 2 പ്രാവശ്യം. ഒന്ന് ചെറിയ പെരുന്നാളിന്, ഒന്ന് വലിയ പെരുന്നാളിന്. ഒന്ന് ചെറിയ പെരുന്നാൾ. അത് അദ്ദേഹത്തിൻ്റെ ഇജ്തിഹാദാണ്. ഞാനുമായിട്ട് നല്ല അടുപ്പമുള്ള ഡോക്ടറാണ്. എന്നോട് പറഞ്ഞു അദ്ദേഹം, ഞാൻ ആകെ കൊല്ലത്തിൽ 2 കഷ്ണം, 2 പ്രാവശ്യം, ഒന്ന് ചെറിയ പെരുന്നാളിന്, ഒന്ന് വലിയ പെരുന്നാളിന്. അള്ളാഹിൻ്റെ തൗഫീഖോട് കൂടി പറഞ്ഞ് അധികം കഴിയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് അറ്റാക്ക് വന്നു, ബൈപ്പാസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൂടിരുന്ന് 1/4 കിലോ 1/2 കിലോ ഒക്കെ ബീഫ് കഴിച്ച് നമുക്ക് അൽഹംദുലില്ലാഹ് ഇതുവരെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ അറ്റാക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ കാരണം കൊളസ്ട്രോളാണ്. കൊളസ്ട്രോളിൻ്റെ കാരണം മീറ്റും ഫാറ്റും ഒക്കെ അധികം കഴിക്കുന്നത് കൊണ്ടാണ് എന്ന് അതുകൊണ്ട് ബീഫ് കഴിക്കരുത്, മട്ടൻ കഴിക്കരുത്. അത്യാവശ്യം കഴിക്കണമെങ്കിൽ ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ എന്ന് ഖുർആൻ്റെ വാക്കിലൂടെ സൂചിപ്പിക്കുന്ന ഒരു ഗുണവും മണവും ഉപകാരവും ഇല്ലാത്ത ചിക്കൻ കഴിച്ചോളൂ എന്നാണ് പറയുന്നത്. അങ്ങനെയല്ലേ? എന്തിനാ ചിക്കൻ കഴിക്കുന്നത്? അത് കഴിച്ചാൽ വയറ് നിറയുകയും ചെയ്യില്ല, അത് കഴിച്ചാൽ പോഷകം കിട്ടാനും സാധ്യതയില്ല. പിന്നെയോ ഒരു രസത്തിനങ്ങ് കഴിക്കാം. അതുകൊണ്ട് ചിക്കൻ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാനിതൊന്നും നിങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടും പ്രസംഗത്തിൻ്റെ വഴിമാറ്റി വിടാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. ഫാറ്റും മീറ്റും അധികം കഴിക്കുന്നത് കൊണ്ടാണ് കൊളസ്ട്രോൾ ഉണ്ടാകുന്നത്, കൊളസ്ട്രോൾ കൂടിയത് കൊണ്ടാണ് അറ്റാക്ക് വർദ്ധിക്കുന്നത് എന്ന് പറയുമ്പോൾ മുസ്ലിം സമുദായം നോമ്പെടുത്തിരുന്നു കൊണ്ട് ഈ തഅലീമിൻ്റെ സദസ്സിൽ ഒരു കാര്യം കൂടി അതിനോടൊപ്പം ചേർത്ത് ചിന്തിക്കണം. നമ്മൾ കഴിക്കുന്ന മീറ്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഫാറ്റ് ഉള്ളത് ബീഫാണ്, മട്ടനാണ് എന്ന് പറയുമ്പോൾ ഒന്ന് തിരുത്തണം. അതിനേക്കാളും ഫാറ്റ്, അതിനേക്കാളും അപകടകാരി എൻ്റെ സ്വന്തം സഹോദരൻ്റെയും സഹോദരിയുടെയും പച്ച മാംസം തിന്നലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു സൂറത്തുൽ ഹുജറാത്തിൽ. മനസ്സിലായോ? മട്ടൻ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ അപകടകാരി, ബീഫ് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ അപകടകാരി നിന്റെ സ്വന്തം സഹോദരൻ്റെ പച്ച മാംസം തിന്നലാണ് എന്ന് പടച്ചവൻ പറയാം, ഖുർആനിൽ പറയാം, വ്യക്തമായി പറയുക. അതുകൊണ്ട് ഫകരിഹ്തുമൂ, ഇനി വേണ്ട, ഇനി നിങ്ങൾ ആരും ആ ഇറച്ചി തിന്നണ്ട. അള്ളാഹു പറയാം, ആ ഇറച്ചി ഇനി ഒരിക്കലും നിങ്ങൾ തിന്നണ്ട. നിങ്ങളുടെ നാവ് കൊണ്ട് അവൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, അവൻ ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ഇനിമേൽ നീ പറയരുത്. ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, ചീത്ത പറയരുത്, കുത്തുവാക്കുകൾ ഉപയോഗിക്കരുത്, അവൻ ഇഷ്ടമല്ലാത്ത ഇരട്ടപ്പേരുകളിട്ട് വിളിക്കരുത്. ഇതൊക്കെ ഖുർആൻ പറയുന്ന പ്രിയപ്പെട്ടവരെ. സൂറത്ത് ഹുജറാത്തിൽ 1, 2, 3, 4 എണ്ണി നമുക്ക് അള്ളാഹു പഠിപ്പിച്ചു തരുന്ന നിയമങ്ങളാണ്. പാടില്ല. അതുകൊണ്ട് വാക്കുകളെ നിയന്ത്രിക്കാൻ, നോക്കിനെ നിയന്ത്രിക്കാൻ, ചിന്തയെ നിയന്ത്രിക്കാൻ, വിചാരങ്ങളെ നിയന്ത്രിക്കാൻ നോമ്പ് ഉപകാരപ്പെടുമ്പോഴാണ്
നമ്മൾ യഥാർത്ഥ നോമ്പുകാരാകുന്നത്. അതിനാണ് ലഅല്ലക്കും തത്തഖൂൻ എന്ന് അല്ലാഹു പറഞ്ഞത്. നിങ്ങളിൽ സൂക്ഷ്മതയുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന എല്ലാ പ്രവർത്തികളിലും കൃത്യമായി സൂക്ഷ്മത പുലർത്താൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മനസ്സിൽ നിന്നും പുറത്തേക്ക് വരുന്ന എല്ലാ ചിന്തകളിലും കൃത്യമായി സൂക്ഷ്മത പുലർത്താൻ നമുക്ക് സാധിക്കണം. ലില്ലാഹി മാ ഫി സമാവാതി വമാ ഫിൽ അർദ് വഇൻ തുബ്ദു മാ ഫി അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ്. ഖുർആൻ പറഞ്ഞതാ. ഈ ആകാശഭൂമികളുടെ മുഴുവൻ അധികാരവും അള്ളാഹുവിൻ്റെ കയ്യിലാണ്. നമ്മൾ ഒരു പക്ഷേ വലിയ കാര്യമാക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻ തുബ്ദു മാ ഫി അൻഫുസികും ഔ തുഖ്ഫൂ, നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ ഒളിപ്പിച്ചു വെക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ കുറച്ച് നാളായി ഓൻ്റെ തലക്കനം കുറച്ച് കൂടുതലാണ്, ഭയങ്കര കിബ്ര, കണ്ടാലൊന്നും മിണ്ടൂല, തിരിഞ്ഞു നോക്കൂല, സലാം പറഞ്ഞാൽ വലിയ മറുപടി പറയാൻ മടിയാ, മുസാഫാത്ത് ചെയ്യാന്ന് വിചാരിച്ചിട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു വിരലാ തരാം, 5 വിരലും 10 വിരലും ഒന്നിച്ച് തരുമൊന്നുമില്ല. ഇതൊരു കിബ്ര. പാവം, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവൻ കിബ്രൊന്നും ആയിരിക്കൂല. ചിലപ്പം ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവൻ്റെ മോളെക്കുറിച്ച് വെപ്രാളം പിടിച്ചിട്ട് കാറിൽ കയറി ഇങ്ങനെ ഓടിപ്പോകുന്നതിൻ്റെ ഇടയിൽ നീ സൈഡ് ചെയ്യുന്നുണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഓൻ അസ്സലാമു അലൈക്കും കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ല. അവൻ തിരിച്ച് വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചില്ലെങ്കിൽ അവൻ എങ്ങനെ ചിരിക്കാൻ കഴിയും? അവൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ആശുപത്രിയിൽ കിടക്കുന്ന വാർത്ത കേട്ടിട്ട് അവൻ ഓടിപ്പോവുകയായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മൾ ഓരോ ആളുകളെ കുറിച്ചിട്ടും നല്ലത് മാത്രം ചിന്തിക്കുകയും നല്ല നിലയിൽ വിലയിരുത്തുകയും അവനെക്കുറിച്ചിട്ട് നല്ലത് മാത്രം പറയാൻ ശ്രമിക്കുകയും ചെയ്യണം. അതിനൊരു പരിശീലനം നമുക്ക് ഈ പരിശുദ്ധ റമദാൻ കൊണ്ട് കിട്ടണം. മനസ്സിലായല്ലോ? ഈ പരിശുദ്ധ റമദാൻ കൊണ്ട് നമുക്ക് അങ്ങനത്തെ പരിശീലനം കിട്ടണം. റമദാൻ കഴിയുന്നതോടുകൂടി നമ്മുടെ നാവിൽ നിന്നും വരുന്ന വാക്കുകളെല്ലാം നല്ല. അതുകൊണ്ടാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ തുടങ്ങിയ ദിക്റുകൾ വർദ്ധിപ്പിക്കാൻ പറ്റും. അതിങ്ങനെ അധികമായി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഖുർആനിൻ്റെ പാരായണം വർദ്ധിപ്പിക്കണം, ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കണം, ദിക്റുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം, സലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ആരെ കാണുമ്പോഴും അസ്സലാമു അലൈക്കും എന്ന് ചുരിച്ച മുഖത്തോടുകൂടി പറയണം. ഇങ്ങനെ നന്മകൾ വർദ്ധിപ്പിക്കണം. അങ്ങനെയാകുമ്പോൾ റമദാൻ കഴിഞ്ഞാലും ആ നന്മയുടെ മാഹോലിൽ, അന്തരീക്ഷത്തിൽ നമുക്ക് ജീവിക്കാൻ എളുപ്പമാകും. അതിനാണ് അള്ളാഹു നമുക്ക് നോമ്പ് തന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ. കുറവുകളെല്ലാം അള്ളാഹു നമുക്ക് പരിഹരിച്ച് തരുമാറാകട്ടെ. നമ്മുടെ ജീവിതം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നിലയിൽ, നല്ല നിലയിൽ നയിക്കാനും അതേ മാർഗത്തിൽ തന്നെ മരിക്കാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തരുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്കെല്ലാം അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കഷ്ടതകളും കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ